ഈ മൾട്ടി സ്റ്റോറേഡ് ബിൽഡിങ്സിന് മാത്രമാണോ ഈ ലൈറ്റ്നിങ് പ്രൊട്ടക്ഷന്റെ ആവശ്യം, അതോ ഇത് എല്ലാ ബിൽഡിങ്ങുകൾക്കും ഇത് മാൻഡേറ്ററി ആണെന്ന് ശ്രീകാന്ത് പറയും? അതിപ്പോ ഇന്ന ആൾക്ക് ലോട്ടറി അടിക്കാം, മാത്രമേ അടിക്കുള്ളൂ എന്നുള്ളതില്ലല്ലോ, ആർക്ക് വേണേലും അടിക്കാം. അതേപോലെ തന്നെയാണ് എവിടെ വേണേ നമുക്ക് സ്ട്രൈക്ക് വരാം. പക്ഷെ നമുക്ക് നമ്മുടെ ബിൽഡിങ്ങിനോട് ചേർന്ന് വേറെ വലിയ ബിൽഡിംഗ് ഉണ്ട്, നമ്മളൊക്കെ വലിയൊരു ബിൽഡിംഗ് ഉണ്ട്, അവിടെ ലൈറ്റിംഗ് അറസ്റ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കുള്ള പോസിബിലിറ്റി കുറവാണ്. പക്ഷെ 100% നമുക്ക് സ്ട്രൈക്ക് വരില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സ്ട്രൈക്ക് വരാം. മനസ്സിലായി. അപ്പൊ അങ്ങനെ വരുമ്പോ ഇനി ഇതൊരു അഫോർഡബിലിറ്റിയിലേക്ക് പോകും, ചിന്തിക്കേണ്ടി വരും. അപ്പൊ ഇതിന്റെ ചെലവ് എന്താണ്? ഇത് വളരെ വലിയ ചെലവ് വരുന്ന ഒരു സംഭവം ഇല്ല, അങ്ങനെ വളരെ വലിയ ചെലവ്. ഇപ്പൊ ഒരു വീടിന്റെ ഒരു വലിയൊരു വീട് ചെയ്തിരിക്കുന്നതിന്റെ കോസ്റ്റ് നോക്കി കഴിഞ്ഞാൽ ഒരു 1% അല്ലെങ്കിൽ ഒരു മാക്സിമം ഒരു 2% ഒക്കെ ആയിരിക്കും നമുക്ക് അതിന്റെ കോസ്റ്റ് വരിക. ഇത് അപ്ഫ്രണ്ട് കോസ്റ്റ് അല്ലാണ്ട് എന്തെങ്കിലും മെയിൻ്റെനൻസ് അങ്ങനെ എന്തെങ്കിലും ചെലവ് വരുന്നുണ്ടോ ഇതിന്? ഇല്ല, നമുക്ക് ഇപ്പോൾ ലൈറ്റ്നിങ് നമുക്ക് ആവറേജ് ഒരു റഫായിട്ടുള്ള ഒരു കോസ്റ്റ് പറയുകയാണെങ്കിൽ ഒരു 75,000 to ഒരു 1.5 lakh ഒക്കെയാണ് ആവറേജ് ഉള്ള ഒരു വീടുകൾക്ക് വരുന്നത്. പിന്നെ വീടുകളുടെ വലിപ്പത്തിനനുസരിച്ചുള്ള വ്യത്യാസങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കും.